ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചുരിദാറിനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ സ്ലീവ് കട്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ താഴ്വശം ഞാൻ ആദ്യം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെറ്റീരിയൽ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമില്ല. നമുക്കിപ്പോൾ എൻ്റെത് വലുതും ചെറുതൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് താഴത്ത് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കേണ്ട വെച്ചാൽ സ്ലീവിൻ്റെ ലെങ്ത്ത്, നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ ഒന്നിച്ച് 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിക്കൊടുക്കേണ്ടത്. എനിക്ക് 11.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 13 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് മുകളിൽ നമുക്ക് ഷോൾഡറിന് വെച്ച് ജോയിൻ ചെയ്യാനും 1 ഇഞ്ച് താഴത്ത് മടക്കിയിടുക. 1/2 ഇഞ്ച് രീതിക്ക് 1 ഇഞ്ച് താഴത്ത് മടക്കി. അങ്ങനെയാണ് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കുന്നത് കേട്ടോ. അത് നമുക്കിത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യില്ല, സ്ലീവിൻ്റെ ഒരു ഷേപ്പ് വരക്കാൻ വേണ്ടി ആ ഒരു 3 ഇഞ്ച് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം, അല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് കൊടുത്താൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് റൗണ്ട്, ചെസ്റ്റിനെ 4 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്നതാണല്ലോ നമ്മൾ മടക്കി വെക്കുമ്പോൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വരുന്നത് 9 ചെസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ക്രോസിൽ വെച്ചിട്ട് ആ 3 ഇഞ്ച് വരുന്ന പോയിന്റ്, 3 ഇഞ്ച് ലെങ്ത്തിലല്ല മാർക്ക് ചെയ്ത്, കറക്റ്റ് ആ ഒരു പോയിന്റിലും 9 ഇഞ്ച് എവിടെയാണ് കിട്ടുന്നത് അത് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇവിടുന്ന് ജസ്റ്റ് 9 ഇഞ്ചിലേക്ക് ഒന്ന് വരച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. 36 ചെസ്റ്റുകൾ വരുന്ന ഒരാൾ തന്നെ കാണിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇതും കൂടി വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്തു. അവസാനം വരുന്നില്ലേ ആവശ്യത്തിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്തു. അതെന്തിനാണ് ഞാൻ പറഞ്ഞു തരാട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്തു. പിന്നീട് വെച്ചാൽ നമ്മുടെ ആ ഒരു മടക്ക് വരുന്ന വശമില്ലേ, നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടില്ലേ, മടക്ക് വരുന്ന വശം ജസ്റ്റ് ഒരു 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടുന്ന് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തതിലേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കുക. 2 ഇഞ്ചിലേ കൂടി വന്നിട്ട് സെൻറ്റർ വരുന്നതിലേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. അവിടെ ഷേപ്പ് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അവിടെ പകുതി മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അതിലേ താഴത്തേക്ക് വന്നിട്ട് 1/2 ഇഞ്ചിലേ കൂടി ആ 9 ഇഞ്ച് വരുന്നിടത്തേക്ക് അത് ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കുക. നമുക്കിങ്ങനെ ഞാനിപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ച് കാണിച്ചല്ല എന്നുണ്ടെങ്കിൽ ആ 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നിടക്ക് ഷേപ്പ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഷേപ്പിൽ വരച്ചെടുക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ എങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് താഴത്തെ കൈയിൻ്റെ വീതി നോക്കാം. 5 ഇഞ്ചാണ് ഇതിൻ്റെ താഴത്തെ കൈയിൻ്റെ വീതി, 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അതിന് ശേഷം ആ 1.5 ഇഞ്ചിന് നമ്മുടെ ആ 9 ഇഞ്ചിലേക്ക് ജസ്റ്റ് ഷേപ്പ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ വെച്ചാൽ ഫ്രണ്ട് ആം ഹോൾ നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൻ്റെ സ്ലീവും നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യണം. നമുക്ക് ഇപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യാം, പക്ഷേ ഈ ജോർജറ്റ് മെറ്റീരിയൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ല, കാരണം പ്രിൻ്റ് ഇല്ലാത്തതാണ്. ഇതിപ്പോൾ പ്രിൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താ ചെയ്യേണ്ട എളുപ്പ വഴി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ സ്ലീവിൻ്റെ അടിവശം 2ആയിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. സ്ലീവിൻ്റെ അടിവശം 2ആയിട്ടൊന്ന് മടക്കി അടിച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ടത്തെ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടത്തെ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് പ്രിൻ്റ് ഉള്ളതായതുകൊണ്ട് പ്രിൻറ്റും ഒരുമിച്ച് വരുന്ന രീതിക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഫ്രണ്ടിലത്തെ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ താഴ്വശമൊക്കെ 2ആയിട്ട് മടക്കി അടിച്ചിട്ട് നല്ല വശം ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു, ഒരുമിച്ച് വെച്ചു. അതാണ് നമ്മുടെ സെൻറ്റർ, സ്ലീവിൻ്റെ സെൻറ്റർ വരുന്നത് അതാണ്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 ഇഞ്ച് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. പിന്നെ ആ 1.5 ഇഞ്ച് വിട്ടിട്ട് അങ്ങോട്ടേക്ക് ഇതുപോലെ ചെറിയൊരു രീതിക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കും. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ട് വേണം. ചെറിയൊരു രീതിക്ക് ഫുൾ അങ്ങോട്ടേക്ക് കൊടുത്തുവിടാം. നമ്മൾ 2 ഇഞ്ച് നേരത്തെ ഒരു മാർക്ക് ചെയ്തില്ലേ, അപ്പോൾ ഏകദേശം ആ ഒരു 2 ഇഞ്ച് മുതൽ ഇങ്ങനെ താഴത്തേക്ക് വരുന്ന രീതിക്ക് വേണം ഈ ഒരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആ ഷേപ്പിലേ കൂടി ഒന്നും കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഷേപ്പ് ചെയ്തിട്ട് ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കണം. കാരണം നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ എവിടെയും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നോച്ച് ഇട്ട് കൊടുത്താൽ നമ്മൾ സ്ലീവ് റെഡിയായും. അപ്പോൾ ഇതുപോലെ നെക്സ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ചെയ്ത് നോക്കാം, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കൽ കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താലും ഏത് ടൈപ്പ് വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.